Okay, welcome students. Next is the refraction at a spherical surface. Appo refraction സംഭവിക്കുന്നത് എപ്പോഴും നമുക്കറിയാം ഒരു ട്രാൻസ്പെറന്റ് മീഡിയ പോലെയുള്ള സർഫസിൽ നിന്നാണ്. അതിന് ഉദാഹരണമാണ് ലെൻസ് എന്ന് വിളിക്കുന്നത്, ലെൻസ് എന്ന് പറയുന്നത്. അതേസമയം റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് എപ്പോഴും ഒരു മിറേഴ്സിൽ നിന്നോ പോളിഷ്ഡ് സർഫസുകളിൽ നിന്നോ ആണ്. അപ്പൊ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഈ സർഫസ് AP എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഒരു കോൺവെക്സ് ഷേപ്ഡ് സർഫസ് ആണ്. അപ്പൊ കോൺവെക്സ് ഷേപ്ഡ് സർഫസ് കിട്ടണമെങ്കിൽ അതെന്തായിരിക്കണം? ഒരു സ്പിയറിന്റെ ഭാഗമായിരിക്കണം. മനസ്സിലായോ? ഒരു വലിയ സ്പിയറിന്റെ ഭാഗമാണ്. ആ സ്പിയറിന് ഒരു സെന്റർ ഉണ്ട്. സെന്ററിൽ നിന്ന് അതിന്റെ സർഫസിലേക്ക് ഉണ്ടാകുന്ന അകലം അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിരിക്കും. അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺവെക്സ് ഷേപ്ഡ് സ്പെറിക്കൽ സർഫസിന്റെ മിഡ് പോയിന്റ് ആയ പോളാണ് P എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഇനി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതായത് സർഫസിൽ നിന്ന് സെന്ററിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഈ NC എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സർഫസ് ആണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആയിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആൻ ഇൻസിഡന്റ് റേ ഇൻസിഡന്റിംഗ് ഫ്രം എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 വിത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ഇനി അത് സെക്കൻഡ് മീഡിയത്തിലേക്ക് കടന്നു. സോ ദിസ് ഡോട്ടഡ് ലൈൻ ഈസ് അഗെയിൻ ദ നോർമൽ ആൻഡ് ദിസ് ഈസ് ദ റിഫ്രാക്റ്റഡ് റേ. സോ ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അങ്ങനെ അത് റിഫ്രാക്ട് ചെയ്ത് ഈ പോയിന്റിൽ ഒരു ഇമേജ് I ഫോം ചെയ്തു. അപ്പോ മിററിൽ നിന്ന് അല്ലെങ്കിൽ ലെൻസിൽ നിന്ന് ഇമേജ് ഫോം ചെയ്യുന്നത് വരെയുള്ള ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ്, ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള അകലം ഒബ്ജക്ട് ഡിസ്റ്റൻസ്, പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്ന ക്യാപിറ്റൽ R. സെന്റർ തുടങ്ങി പോള് വരെ അല്ലെങ്കിൽ സർഫസ് ഓഫ് ദ ലെൻസ് വരെയുള്ള അകലം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇനി നമുക്ക് റിഫ്രാക്ഷനെ കുറിച്ചാണ് അറിയേണ്ടത്. സോ ഷുവർലി വി ആർ ടേക്കിംഗ് ദ സ്നെൽസ് ലോ. സ്നെൽസ് ലോ പറയുന്നത് എന്താണ്? sin I by sin R is refractive index of second medium with respect to first one. അപ്പൊ N2 by N1 ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ N1 into sin I equal to N2 into sin R. ഓക്കെ, പക്ഷെ സ്മോൾ ആംഗിൾസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും സ്മോൾ ആംഗിൾ ആണെങ്കിൽ sin I എന്ന് പറയുന്നത് I എന്ന് എടുക്കാം. അപ്പൊ I into N1 equal to R into N2. That is given here. ഇനി നമുക്ക് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനുമാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത്. നൗ ഗോ ടു ദ ഫിഗർ. ആംഗിൾ I. ആംഗിൾ I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ആൽഫ ആൻഡ് ഗാമ. ആൽഫ പ്ലസ് ഗാമ അപ്പൊ എന്തായിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആയിരിക്കും. അപ്പോ ഇവിടെ ഉള്ള Iക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫ പ്ലസ് ഗാമ എന്ന് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് കിട്ടേണ്ടത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R-ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആംഗിൾ R എന്ന് പറയുന്നത് ആംഗിൾ R ആൻഡ് ബീറ്റ ആർ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് ഗാമ. അപ്പൊ ഗാമ എന്ന് പറയുന്നത് R പ്ലസ് ബീറ്റയാണ്, അഥവാ R എന്ന് പറയുന്നത് ഗാമ മൈനസ് ബീറ്റയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ R-നും Iക്കും R-നും പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മനസ്സിലായോ? നൗ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൽഫ, ഗാമ ആൻഡ് ബീറ്റ. ഓക്കെ, ഇനി നോക്കിക്കേ. ആൽഫ എന്ന് പറയുന്നത് വാട്ട് ഇസ് ആൽഫ? ആ ആംഗിളിന്റെ ടാൻ ആൽഫ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കൽ റിലേഷൻ ആയ L ഈക്വൽ ടു R തീറ്റ എടുത്താലും മതി. മനസ്സിലായോ? ആർക്ക് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അനുസരിച്ചാണെങ്കിലും അല്ലെങ്കിൽ ടാൻ ആൽഫ എടുത്താലും നമുക്ക് ശരിയാകും. ടാൻ ആൽഫ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് AM divided by adjacent side OM. മനസ്സിലായോ? അപ്പോ ആൽഫയ്ക്ക് പകരം നമുക്ക് AM by OM എന്ന് എടുക്കാം. ഇനി വാട്ട് ഇസ് ഗാമ? ഗാമ ടാൻ ഗാമ എടുത്തു വരുമ്പം അതുപോലെ തന്നെ AM divided by PC. AM divided by PC. PC യെ നമുക്ക് അറേഞ്ച് ചെയ്യാം MC ആയിട്ട്, ഇക്വേറ്റ് ചെയ്യാം MC ആയിട്ട്. മനസ്സിലായോ? അപ്പോ ഗാമയ്ക്ക് പകരം AM by MC. അപ്പൊ രണ്ടിടത്തും AM കോമൺ ഫാക്ടർ ആയതുകൊണ്ട് AM വെളിയിലെടുത്തു.
അത്രേ ഉള്ളൂ. അതിനുശേഷം ഇനി വരേണ്ടത് എന്താണ്? ഗാമ മൈനസ് ബീറ്റ. അപ്പൊ ഗാമ നമുക്ക് മനസ്സിലായി AM മൈനസ് MC ആണെന്ന്. ബീറ്റ എന്താ വരിക? ബീറ്റ ഈസ് AM ബൈ MI. AM ബൈ MI. അപ്പൊ AM ബൈ MC, ഗാമ മൈനസ് ബീറ്റ, AM ബൈ MI. Now you give the values for OM, MC and MI. OM എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് അല്ലെ, ഒബ്ജക്റ്റിലേക്കുള്ള അകലം. നമ്മൾ എപ്പോഴും അളവളക്കുന്നത് ലെൻസിൽ നിന്ന്, പക്ഷേ ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ്. അപ്പൊ നെഗറ്റീവ് സൈൻ, നെഗറ്റീവ് യു. MC എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ, പോസിറ്റീവ് R. MI ഇമേജ് ഡിസ്റ്റൻസ്, പോസിറ്റീവ് V. മനസ്സിലായോ? അപ്പൊ ആ വാല്യൂസ് ഒക്കെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ N2 by V മൈനസ് N1 by U ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ R. അതാണ് നമുക്ക് ഇറ്റ് ഈസ് ദ റിഫ്രാക്ഷൻ ഡ്യൂ ടു എ സിംഗിൾ സ്പെറിക്കൽ സർഫസ്. ഇതുപോലെയുള്ള ഒരു ഒറ്റ സർഫസിൽ നിന്ന് ഒരൊറ്റ റിഫ്രാക്ഷൻ നടക്കുമ്പം കിട്ടുന്ന എക്സ്പ്രഷനാണിത്. മനസ്സിലായോ? ഇതിവിടെ പഠിപ്പിച്ചതിന്റെ കാരണം ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിഫ്രാക്ഷൻ ബൈ ലെൻസ് ആണ്. ലെൻസ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണുന്നത് പോലെ രണ്ട് സ്പെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ LP1 എന്ന് പറയുന്ന സർഫസിൽ കിട്ടുന്ന റിഫ്രാക്ഷൻ കഴിഞ്ഞ ശേഷം ഈ ലൈറ്റ് റേ ഇതിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് അവിടെ നിന്ന് വെളിയിലേക്ക് കടക്കുമ്പോ LP2 എന്ന് പറയുന്ന സർഫസിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോ അടുത്ത റിഫ്രാക്ഷൻ നടക്കും. അപ്പോ P1 സർഫസിന്റെയും P2 സർഫസിലുമുള്ള രണ്ട് റിഫ്രാക്ഷൻ കഴിഞ്ഞാലേ ഫൈനൽ ഇമേജ് ഫോർമേഷൻ അഥവാ റിഫ്രാക്ഷൻ ബൈ ലെൻസ് പൂർണ്ണമാകൂ. അതാണ് ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ ഫിഗറിൽ കാണിക്കുന്നത് പോലെ നോക്ക്, O എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് U, a ray is incidenting on the surface LP1. LP1 എന്ന് പറയുന്ന സർഫസില് ഇൻസിഡന്റ് ആകുന്ന ലൈറ്റ് റേ ഇറ്റ് ഈസ് ഫോമിംഗ് ദ ഫസ്റ്റ് ഇമേജ് അറ്റ് I'. കണ്ടോ? I' എന്ന് പറയുന്ന സർഫസിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ത് കാരണമാണ്? LP1 സർഫസിലെ റിഫ്രാക്ഷൻ കാരണം ഫോം ചെയ്യുന്ന ഇമേജ് ആണ്. Now what is happening next? I1 is behaving as the object for the surface P2. P2 എന്ന് പറയുന്ന സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് I' മാറിയിട്ട് P2വിൽ നിന്നുള്ള അടുത്ത റിഫ്രാക്ഷൻ വഴി ഫൈനൽ ഇമേജ് ആണ് എവിടെ ഫോം ചെയ്യുന്നത്? Iയിൽ ഫോം ചെയ്യുന്നത്. അഥവാ ഒരു നെറ്റ് സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇവിടെയും ഫൈനൽ ഇമേജ് ഇതുമാണ്. മനസ്സിലായോ? അപ്പൊ ഫൈനൽ ഇമേജ് ഫോർമേഷൻ ഇത് നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? I' ആണ്, നോട്ട് O. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ P1 P2 സർഫസിലെ രണ്ട് റിഫ്രാക്ഷൻസിന്റെയും ഇക്വേഷൻസ് എഴുതി ആഡപ്പ് ചെയ്താൽ ഒരു ലെൻസ് വഴിയുള്ള റിഫ്രാക്ഷന്റെ ഫോർമുല നമുക്ക് ലഭിക്കും. സോ നമുക്ക് ഈ ഇക്വേഷൻ A അനുസരിച്ച് LP1 സർഫസിലെ റിഫ്രാക്ഷൻ നമുക്ക് എഴുതാം. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? N2 by V. അതാണല്ലോ നമ്മുടെ ഇക്വേഷൻ A എന്ന് പറയുന്നത്. N2 by V. V എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ്, അതിവിടെ നമുക്ക് V' ആണ്. പ്ലസ് മൈനസ് N1 by U. U എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ എടുത്തു കഴിഞ്ഞപ്പോ ഒരു നെഗറ്റീവ് സൈൻ എടുത്തപ്പോ അതെന്ത് പറ്റി? പോസിറ്റീവായി. സോ N1 by U plus N2 by V' equal to N2 minus N1 by R1. What is R1? R1 is the radius of curvature of this surface. ഈ LP1 എന്ന് പറയുന്നത് ഒരു സ്പിയറിന്റെ ഭാഗമാണെങ്കിൽ ആ സ്പിയറിന്റെ റേഡിയസ് ആണ് R1 എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ R1 മെഷർ ചെയ്യുന്നത് ഫ്രം P1 to this direction. അപ്പൊ along the incident rayയുടെ ഡയറക്ഷൻ തന്നെ ആയതുകൊണ്ട് R1 പോസിറ്റീവ് ആണ്.
അപ്പൊ അതാണ് ഫസ്റ്റ് ഇക്വേഷൻ, അതായത് സർഫസ് LP1ന്റെ ഇക്വേഷൻ. നൗ ടേക്ക് ദ ഇക്വേഷൻ A to the surface LP2. അവിടെ നമ്മുടെ ഇമേജ് നിൽക്കുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നിൽക്കുന്നത് എവിടെയാണ്? I' അല്ലെ. അപ്പോ I' ഉള്ള ഇമേജ് V' എന്ന് പറയുന്ന ഇമേജ് ഡിസ്റ്റൻസ്, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു N2 by V' പ്ലസ് N1 by V. ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത് N1 എന്ന മീഡിയത്തിൽ ആയതുകൊണ്ട് നമ്മൾ എന്താണ് എടുക്കുന്നത്? N1 by V ഈക്വൽ ടു N2 മൈനസ് N1 by നെഗറ്റീവ് R2. നെഗറ്റീവ് R2 എന്ന് പറയുന്നത് LP2 സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. സ്പിയർ വരുന്നത് ഇതുപോലെയാണ്. അപ്പൊ P2 എന്ന സർഫസിൽ നിന്നും നമ്മൾ സെന്ററിലേക്ക് മെഷർ ചെയ്യുമ്പോ R2 എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ ഓപ്പോസിറ്റ് ടു ദ ഇൻസിഡന്റ് റേ ആയതുകൊണ്ട് നെഗറ്റീവ് വന്നു. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ആണ് എന്ത്? N1 by U പ്ലസ് N1 by V ഈക്വൽ ടു N2 മൈനസ് N1 into 1 by R1 minus 1 by R2. ഇതാണ് എക്സ്പ്രഷൻ ഫോർ റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസ്. ഇതിന്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ ഒരു ലെൻസിന്റെ റിഫ്രാക്ഷൻ ഫോർമുലയാണ് ഈ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇവിടെ അറിയാമല്ലോ N1 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്. അപ്പൊ N1 വെളിയിലെടുത്താൽ N1 into 1 by U plus 1 by V equal to N2 minus N1 into 1 by R1 minus 1 by R2 എന്നാകും. അവിടെ ഈ N1 വെളിയിലെടുത്താൽ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താണുള്ളത്? 1 by U plus 1 by V. 1 by U plus 1 by V എന്ന് പറയുന്നത് എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ് അല്ലെ. ഫോക്കൽ ലെങ്ത് ആണ്. സോ 1 by N1 by F equal to N2 minus N1 into 1 by R1 minus 1 by R2 എന്ന് നമുക്ക് എടുക്കാം. ഇനി ആ ഇക്വേഷനിലെ N1 വെച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോ ഈ ഇക്വേഷൻ എന്തായി മാറി? N2 minus N1 divided by N1. അപ്പൊ ആദ്യത്തെ ടേം N2 by N1. N2 by N1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് വൺ മൈനസ് N1 by N1 ഈസ് 1. മനസ്സിലായോ? ഇൻറ്റു 1 by R1 മൈനസ് 1 by R2. അവിടെ നമ്മൾ എടുത്ത കുറെ അസംഷൻസ് ഉണ്ട്. അതായത് ഈ ഇക്വേഷനിൽ 1 by U plus 1 by V 1 by F ആകാൻ എന്താ കാരണം? അവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ എന്താണ് പ്രത്യേകത കുട്ടികളെ? ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് വിൽ ബി ഓൾവേസ് പാരലൽ. പാരലൽ ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജസ് അറ്റ് ഫോക്കസ്. സോ ഇമേജ് ഈസ് ഫോമിംഗ് അറ്റ് ഫോക്കസ്. അപ്പൊ വിക്ക് എന്ത് കൊടുക്കാം? എഫ് എന്ന് കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പം ഈ എക്സ്പ്രഷൻ എന്തായി മാറി? N21 minus 1 into 1 by R1 minus 1 by R2. This is called lens maker's formula. മനസ്സിലായോ? അപ്പോ ഈ രണ്ട് ഇക്വേഷനെ വീണ്ടും കമ്പയർ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നതാണ് 1 by F equal to 1 by V minus 1 by U. It is called thin lens formula. മനസ്സിലായോ? ഈ ഇക്വേഷനെ CAയും DAയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് തിൻ ലെൻസ് ഫോർമുല. ഓക്കെ, ഇത്രയും ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു.